ഹായ് ഹലോ നമസ്കാരം, അവിനാഷാണ്. ലൈഫ് ലോഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം അതായത് 17-ാം തീയതി ഗുരുവായൂർ വെച്ചിട്ട് നടൻ സുരേഷ് ഗോപി എംപിയും നടനുമായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടക്കുകയുണ്ടായി. ആ വിവാഹത്തെക്കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്, പക്ഷേ അതിനോട് അനുബന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. ആദ്യം, അന്നേ ദിവസം നടക്കാനിരുന്ന പല വിവാഹങ്ങളും മാറ്റിവെച്ചു എന്നൊരു വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പ്രചരിപ്പിച്ചത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിരാളികളായിരിക്കണം. അപ്പോൾ ഞാനടക്കമുള്ള പലരെയും തെറ്റിദ്ധരിപ്പിച്ചു. എന്നിരുന്നാലും അന്നേ ദിവസം എങ്ങനെയാണ് വിവാഹം നടന്നത് എന്നൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അങ്ങനൊരു നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി കൊടുത്ത് നമ്മളൊക്കെ കബളിപ്പിച്ചത് ആരായാലും അത് ശരിയായൊരു കാര്യമല്ല. എന്തായാലും വിരോധങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അത് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലൂടെ ഒന്നും അല്ല കാണിക്കേണ്ടത്. അതല്ല നല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ആദ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ്, അതായത് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിങ്ങനെയാണ്, അന്നേ ദിവസം അവിടെ സന്നിധരായിട്ടുണ്ടായിരുന്ന മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ജയറാം, ദിലീപ്, അങ്ങനെ മുൻനിര നായക നടന്മാർ, അതുപോലെ സഹനടന്മാർ പലരും അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ മോഹൻലാൽ അഥവാ ലാലേട്ടനെതിരായിട്ട് കുറച്ച് ആളുകൾ അവിടെ സംസാരിക്കാനിടയായി. അത്തരത്തിൽ സംസാരിച്ചൊരു വിഷയം, ആ ഒരു വിഷ്വല് കുറച്ച് ചേച്ചിമാരുടെ അല്ലെങ്കിൽ കുറച്ച് അമ്മമാരുടെ പരാതി, കുറച്ച് ചേട്ടന്മാരുടെ പരാതി, അതൊക്കെയാണ് കാര്യം. ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ആദ്യം ആ വീഡിയോ നമുക്കൊന്ന് കാണാം കേട്ടോ. ഞങ്ങൾ അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലാലേട്ടൻ. ലാലേട്ടന്റെ ഗ്ലാസ് ഒന്നും നീക്കിട്ട് ഞങ്ങൾ ഇന്ന് കാണാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായിട്ടാ, ഭയങ്കര സങ്കടമായി. മമ്മൂക്ക് പിന്നെയും ക്ലാസ് ഞങ്ങൾ ലാലേട്ട അതുപോലും ലാലേട്ടനെ ആരാധിക്കുന്നവർ ഞങ്ങളെല്ലാവരും. ഇവര് അഭിനയിക്കുന്ന സിനിമ കാണാതിരിക്കട്ടെ, മേലോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് കണ്ട് 8 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യണവിടെ മമ്മൂട്ടി പോയ ടൈമിൽ ക്ലാസ്. ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവിടുന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ച് മോഹിച്ച് ആശിച്ച് വന്നവരാണ് ഇത്രയും ആളുകൾ. ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൽ ചേച്ചിമാർ അവരുടെ രോധനം, അവരുടെ ഒരു വിഷമം പറയുകയാണ്. അതായത് ലാലേട്ടൻ അറ്റ്ലീസ്റ്റ് ഗ്ലാസ് ഒന്ന് താഴ്ത്തി അവരെ നോക്കുക പോലും ചെയ്തില്ല, കാണാൻ പോലും കൂട്ടാക്കിയില്ല. മമ്മൂക്ക പോലും ഗ്ലാസ് താഴ്ത്തി അല്ലെങ്കിൽ കൈ വീശി കാണിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. തുടർന്ന് ലാലേട്ടൻ്റെ ഇനി ഒരു പടങ്ങളും ആരും കാണരുത്, ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിൽ മറ്റൊരു ചേച്ചിയുടെ ഒരു പ്രസ്താവന കൂടി അവിടെ വന്നു. തുടർന്ന് എത്രയോ മണിക്കൂർ കണക്കിന് അവിടെ കാത്തു നിന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടെ കാണാം കേട്ടോ. സ്ത്രീകളുടെ ഈ ആരാധകരുടെ സങ്കടം ലാലേട്ടൻ മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വരണം. ആ ചേച്ചി അവിടെ ഭയങ്കരമായിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ഒരു വിഷയത്തോട് തുടർന്ന് ഒരു ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇവർ ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കും. അതായത് പ്രേക്ഷകർ അല്ലെങ്കിൽ ഇത്രയും വർഷം കുഞ്ഞുനാൾ മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന് വന്ന് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ ഒരു നോക്ക് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുമായിരിക്കും, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ച് വന്നതൊക്കെ ആയിരിക്കും. സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, ഏതൊരു നടനോ അല്ലെങ്കിൽ ഏതൊരു സെലിബ്രിറ്റിയോ ആയിക്കോട്ടെ, അയാളൊരു വ്യക്തി കൂടെയാണ്. ഒരു നടൻ അല്ലെങ്കിൽ ഒരു കഥാപാത്രമല്ല, ഒരു വ്യക്തി കൂടെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് തീരുന്നതേ ഉള്ളൂ ഈ ഒരു സങ്കടങ്ങളൊക്കെ. അതായത് നമ്മുടെ പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമയിൽ ജയറാമേട്ടൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അതായത് അത് ധർമ്മജൻ കൗണ്ടർ അടിക്കുന്ന ഒരു സീൻ നിങ്ങളല്ലേ, അതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ പെരുമാറണം. അത് ഈ ഒരു കേസ് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ അത് ഇവിടെ ഇങ്ങനെ കൊണ്ടു നടക്കണം, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു വലിയൊരു വാചകമാണത്. കാരണം നമ്മളോട് മറ്റുള്ളവർ ഇങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്താണ് നമുക്ക് സങ്കടം ഉണ്ടാവുക. ശരിയല്ലേ? ആ ഒരു സിനിമയിൽ അത് കേട്ട്
ആ ഒരു മൊമെന്റിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, നമുക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന പലരും നമുക്ക് ഉണ്ടാക്കി തന്ന വിഷമങ്ങൾ, കാരണം ആ വിഷമങ്ങൾക്ക് കാരണം അവരായിരിക്കില്ല, അവരിൽ നിന്ന് നമ്മൾ ചിലത് പ്രതീക്ഷിച്ചു എന്നുള്ളത് മാത്രമാണ്. ശരിയല്ലേ? നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്ത് അവരെ കൂടെ നിർത്തി അവർ തിരിച്ചു തരുന്നത് എന്തോ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ആ വിഷമം ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അത്ര വലിയ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. ഇവിടെ നടന്നത് അദ്ദേഹം ആ ഒരു മൊമെൻറ്റിൽ ഏതൊരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്നൊന്നും ഇവരെ ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ ഇതൊരു ഹാസ്യരൂപമെന്നൊന്നും അവരെ പരിഹസിക്കുന്നൊന്നുമില്ല, കാരണം അവർ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ ഒരു സഹതാപം തോന്നുന്നുണ്ട് അവരുടെ അടുത്ത്. പക്ഷെ ഞാൻ പരിഹസിക്കുന്നില്ല, കാരണം അവരുടെ സിറ്റുവേഷനാണ് ആ ഒരു റിയാക്ട് ചെയ്തിട്ടുള്ളത്. അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പേഴ്സണൽ സ്പേസാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളാണ്. ഉദാഹരണം പറയാം, ചിലപ്പോൾ വയറുവേദനയോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുമായിരിക്കും. ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ ഒരു മനുഷ്യനല്ലേ, എന്ത് സംഭവിക്കാം. ഒരു വ്യക്തിക്ക് എപ്പോൾ ലൂസ് മോഷൻ വരും, അല്ലെങ്കിൽ ഒരു വയറുവേദന വരും, പോട്ടെ ഒരു ശ്വാസതടസ്സം വന്നു, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാനുഷികമായിട്ട് ആർക്കും ഉണ്ടാവാം. അതിപ്പോൾ ഇവരെ ബോധിപ്പിച്ച് അല്ലെങ്കിൽ ക്രൗഡിനെ ബോധിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ കഴിയുന്നൊരു കാര്യമല്ല. മാത്രമല്ല ആ ഒരു മൊമെൻറ്റിൽ ഒരാൾ വന്ന് എന്നെ കാണാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അയാളുടെ കൈ കാട്ടി വീശി കാണിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിക്കൊള്ളുന്നില്ല, ആർക്കും കഴിയുന്ന കാര്യമില്ല. അത് ഞാൻ പറയാം, സിംപ്ലി ലോജിക്കലി അത് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇവർ എന്തോ അവരത് ചിന്തിക്കുന്നില്ല, അവരുടെ ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് ലാലേട്ടൻ പ്രതികരിച്ചത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് എന്നുള്ളത് ഒന്ന് കേൾക്കാം കേട്ടോ. ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല, അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഗുരുവായൂർ കല്യാണത്തിന് പോയി ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല, പേടിയാണ്. ഒരാൾക്ക് ഷേക്കാൻഡ് കൊടുക്കാന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ടെൻഷനാണ്, ചിലപ്പോൾ എന്തെങ്കിലും അയാൾ അതിൻ്റെ ഉള്ളിൽ കൈ വെക്കാം. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളവർക്കാണ്. ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല പണ്ട് മുതലേ. പിന്നെ നമ്മൾ ഒരു മനുഷ്യനാണ്, നമുക്ക് ഒരുപാട് മൂഡുകൾ ഉണ്ടാകാം, സൗകര്യങ്ങൾ ഉണ്ടാകാം, അസൗകര്യങ്ങൾ ഉണ്ടാകാം. അതിനനുസരിച്ചുള്ള ഒരു റിഫ്ലക്സ് ആണ്. അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സാധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരായിട്ട് നമ്മൾ സമ്മതിക്കും. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ആകത്തുക എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അതിന് അനുയോജ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല, അദ്ദേഹത്തിന് സേഫായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. കാരണം എല്ലാ സ്ഥലങ്ങളും അങ്ങനെ നമുക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു വേദികളല്ല. അങ്ങനെ ഇറങ്ങി ചെല്ലുന്ന വേദികൾ ഇപ്പോൾ കുറച്ച് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എത്രയോ അധികം ആയിരക്കണക്കിന് ആരാധകർക്കൊപ്പം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് വീഡിയോസൊക്കെ പുറത്ത് വന്നിരുന്നു. പ്രൊമോഷൻ്റെ ഭാഗമാണ്, ആസ് എ ബിസിനസ് ആണ് അതും. ഓക്കെ, ബിസിനസ്സിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്നതൊരു പേഴ്സണൽ ഇവൻറ്റിന് പങ്കെടുക്കാനാണ്, അല്ലാതെ ആരാധകരെ സന്ദർശിക്കാനല്ല എന്നുള്ളത് ആദ്യത്തെ ഒരു കാര്യം. അത്തരത്തിലൊരു സേഫ്റ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ അദ്ദേഹത്തിന് അവിടേക്ക് ഇറങ്ങാൻ പേടിയാണ് ഒന്ന്. പിന്നെ ഗ്ലാസ് താഴ്ത്തി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആരെങ്കിലും കൈയിട്ട് കഴിഞ്ഞാൽ, വണ്ടി മൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഗ്ലാസ് കയറ്റുന്നതിന് ഇടയിൽ ആരെങ്കിലും കൈയിട്ടാൽ അവർക്കുണ്ടാകുന്ന അപകടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ബോധവാനായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ അത് അഹങ്കാരത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറയാൻ കാരണം ഇത്രയും വർഷം അദ്ദേഹത്തിന് വളർത്തി വലുതാക്കിയ പ്രേക്ഷകരെ ഇനിയും അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അത് അങ്ങനെ ഒരു മനുഷ്യൻ അത് മറന്ന് കളിക്കുമെന്ന് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിലെ വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടത് അദ്ദേഹത്തിലെ നടനെയാണ്, നടനെ ഇഷ്ടപ്പെട്ടവരാണ്. നടനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ നെഞ്ചിലേറ്റിയവരാണ്, വലിയ വലിയ കഥാപാത്രങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ചെയ്തു വെച്ച വ്യക്തിയോട് നമ്മൾ കാണുന്ന രൂപത്തോടുള്ളൊരു ഇഷ്ടം, ആ ഒരു സ്നേഹം വെച്ചിട്ടാണ് ഈ ജനങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക അവിടെ. അവരെയൊന്നും കുറ്റപ്പെടുത്തണ്ട, ലാലേട്ടനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞു അതിനൊക്കെ പറ്റുന്ന അനുയോജ്യമായൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റിൽ, ഒരു ഇവൻറ്റിൽ ഞാൻ ആളുകളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവർ തരുന്ന അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങാനും തിരിച്ചവരെ അഭിവാദ്യം ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പുള്ളി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ, സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കുക, ഇവർ വിണ്ണിലെ താരങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണല്ലോ പറയുക, സ്റ്റാർസ് അല്ലേ നമ്മുടെ മലയാളത്തിലെ താരങ്ങൾ തന്നെയാണ്. അവരെ ബഹിഷ്കരിക്കൊന്നും വേണ്ട, കാരണം പേഴ്സണലി നമുക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, നമ്മളോട് അഹങ്കാരത്തോടു കൂടി ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഇപ്പം പുള്ളി പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എവിടെയും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരോട് ഒരു എന്താ പറയുക റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും പുറത്ത് വന്നിട്ടില്ല. ഉണ്ട്, മുൻകാലങ്ങളിൽ സ്റ്റേജിലേക്ക് ഇരച്ച് കയറിയിട്ടുള്ള ഒരു വ്യക്തിയെ തള്ളി മാറ്റുന്ന ഒരു വിഷയമൊക്കെ നമുക്കുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്, ശരിയാണ്. അത് പുള്ളിയുടെയും തുടക്കകാലമായിരുന്നു. കാരണം പലതും അറിവുകൾ ആർജിച്ച് വരിക എന്ന് പറയുന്നത് പോകെയല്ലേ. അപ്പോൾ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരൊന്നുമില്ല. അതിപ്പോൾ ലാലേട്ടനായാലും പറ്റും, മമ്മൂക്കയ്ക്കും പറ്റും, എനിക്കും നിങ്ങൾക്കും
ആർക്കും പറ്റും, കാണുന്ന ഏത് സാധാരണക്കാരനും പറ്റും അല്ലേ? അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് സേഫ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ക്രൗഡിനെ സംബന്ധിച്ചിടത്തോളം അല്ല. അപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇനി ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, ഏത് വലിയ സ്റ്റാർസ് ആണെങ്കിലും അവരും മനുഷ്യന്മാരാണ്, നമ്മളെപ്പോലെ തന്നെയാണ്, കലാകാരന്മാരാണ്, കലയെ ഉപാസിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ പേഴ്സണലി നമ്മുടെ അടുത്ത് എന്തെങ്കിലും മോശമായി സംസാരിച്ചാൽ നമുക്കത് റിയാക്ട് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടു, ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇത്രയും സിമ്പിളായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ലാലേട്ടനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇത് കണ്ടിട്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്ത് മോശപ്പെടുത്തി സംസാരിക്കുമ്പോൾ എനിക്കത് പേഴ്സണലി റിയാക്ട് ചെയ്യാം. അയാൾ അങ്ങനെ ചെയ്തു, അയാളുടെ ഒരു പടം ഇനി ഞാൻ കാണില്ല, എന്നെ അറിയുന്നവരെ കാണിക്കില്ല, ഞാനത് അങ്ങനെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നൊക്കെ പറയാം. അല്ലാതെ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിയുടെ ഇനി പടം കാണില്ല എന്നൊക്കെ ചേച്ചി പറഞ്ഞത് ആലോചിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സത്യം ശരിയാ വരുന്ന കാര്യമൊക്കെ. എന്താ പറയുക, അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം ഒരു പക്ഷേ. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ പുള്ളിയെക്കുറിച്ച്, പുള്ളിയുടെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള അറിവ് അവർക്കില്ലാത്തത് കൊണ്ടായിരിക്കാം. തീർച്ചയായും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രേ പറയാനുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റെനിക്കും പറ്റും, പല കാര്യങ്ങളും അറിയാതെ ഞാനും ഓവർ റിയാക്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിനി ഉണ്ടായേക്കാം, നമ്മൾ പരമാവധി ശ്രദ്ധിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ജസ്റ്റ് ബൈ.